കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ തുടരുകയാണ്. ഇന്ന് മൂന്നാം ദിനമാണ്. മത്സരങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. പയ്യന്നൂരിൽ നിന്നും നിശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിശാന്ത്, മത്സരങ്ങൾ ആരംഭിച്ചോ? എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ? രാവിലെ മുതൽ തന്നെ കലോത്സവ വേദിയിൽ മത്സരങ്ങൾ തുടങ്ങേണ്ടതായിരുന്നു. ഏകദേശം 9:30 എന്ന് പറഞ്ഞിട്ട് ഒരു 10:15 മത്സര ഇനങ്ങൾ പല വേദികളിലും ആരംഭിച്ചത്. ഇന്നലത്തെ ഒരു പോയിന്റ് നില നോക്കുകയാണെങ്കിൽ കണ്ണൂർ നോർത്ത് 531 പോയിന്റോടെ മുന്നിൽ നിൽക്കുകയാണ്. തൊട്ട് പിന്നാലെ പയ്യന്നൂർ, തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലകളാണുള്ളത്. പയ്യന്നൂർ സബ് ജില്ലയ്ക്ക് 519 പോയിന്റും തളിപ്പറമ്പ് സബ് ജില്ലയ്ക്ക് 517 പോയിന്റുമാണുള്ളത്. മാടായി 513, മട്ടന്നൂർ 508, അങ്ങനെയാണ് പുറകിലുള്ളത്. പിന്നെ സ്കൂളുകളുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് 223 പോയിന്റോടെ മുമ്പിൽ നിൽക്കുന്നത്. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ 188 പോയിന്റോടെ തൊട്ട് പിന്നിലുണ്ട്. പിന്നെ പെരളശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളാണ് 187 പോയിന്റോടെ അതിനും പിന്നിലുള്ളത്. ഇതാണ് പോയിന്റ് നില. ഇന്ന് വേദികളിൽ പ്രധാനമായിട്ടും നടക്കുന്നത് കാണികളെ ആകർഷിക്കുന്ന ഇനങ്ങളെന്ന് പറയുന്നത് ഒന്ന് സംഘനൃത്തമാണ്. അത് വേദി 2-ലാണ്. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബോയ്സ് സ്കൂളിലെ ഗ്രൗണ്ടിലുള്ള വേദി 2-ലാണ് സംഘനൃത്ത മത്സരങ്ങൾ നടക്കുന്നത്. പിന്നെ വേദി 1-ലുള്ളത് ഇംഗ്ലീഷ് സ്കിറ്റാണ് രാവിലെ. തൊട്ടടുത്ത വേദി 3-ല് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളത് ഹൈസ്കൂൾ വിഭാഗം നാടകമാണ്. ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി, ഒരു മത്സര ഇനം ഇത്തവണ ആദ്യമായിട്ടാണ് ഗോത്രകലകൾ യുവജനോത്സവ വേദികളിൽ ഇടം നേടുന്നത് ജില്ലാ കലോത്സവത്തിൽ. അപ്പോൾ ഇന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് ഗോത്രകലകൾ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്നത്. രാവിലെ പഞ്ചവാദ്യമാണ് ഗാന്ധി പാർക്കിൽ, അതിനുശേഷം ഗോത്രകലകൾ നടക്കും. ഗോത്രകലകൾ ഇന്നും നാളെയായിട്ട് ഗാന്ധി പാർക്കിലെ വേദികളിലാണ് ഉള്ളത്. കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ സാധാരണ ആ നാട്ടിലെ ജനങ്ങൾ അതൊരു ഉത്സവമായി ആഘോഷിക്കാറുണ്ട്. പയ്യന്നൂരിനെ സംബന്ധിച്ച് ഈ കലോത്സവത്തെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്? പൊതുജന പങ്കാളിത്തം എങ്ങനെയാണ്? ആഘോഷത്തിമിർപ്പിലാണ്, ഒരു ഉത്സവ പ്രതീതിയിൽ തന്നെയാണ് ഈ കലോത്സവത്തെ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ പ്രമുഖമായൊരു ക്ഷേത്രമാണ്. അവിടെ നടക്കുന്ന ആരാധനയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. അപ്പോൾ ആരാധന മഹോത്സവം നടക്കുന്ന അതേ സമയം തന്നെയാണ് ജില്ലാ കലോത്സവവും പയ്യന്നൂരിനെ തേടിയെത്തിയത്. പക്ഷേ എങ്കിലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് സദസ്സുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ പുറമെ, കുട്ടികൾക്കും പുറമെ നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ് വേദികൾ. വർക്കിംഗ് ഡേകളായി പോലും, പ്രവൃത്തി ദിവസങ്ങളായിട്ട് പോലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുള്ളത്. പ്രത്യേകിച്ച് ഈ ജനപ്രിയ ഇനങ്ങൾ നടക്കുന്നത്, ഇന്നലെ ഒപ്പന നടന്നിട്ടുള്ള സെൻറ് മേരീസ് സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ നിറയെ ഇരിക്കാൻ കസേരകളില്ലാത്ത രീതിയിൽ അത്രമാത്രം ആളുകളുണ്ടായിരുന്നു. അതുപോലെ നാടോടി നൃത്തം നടന്ന വേദി വളരെ സമ്പന്നമായ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ജനപ്രിയ ഇനങ്ങളൊക്കെ വലിയ പങ്കാളിത്തം കൊണ്ട് പയ്യന്നൂർ നഗരം ഏറെക്കുറെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് രാവിലെ മുതൽ തന്നെ കാണുന്നത്. അതുപോലെ ഈ മത്സരങ്ങളൊക്കെ ഇന്നും അല്പം വൈകിയാണ് ആരംഭിച്ചത് എന്ന് നിശാന്ത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും 9:30 ആരംഭിക്കേണ്ട മത്സരങ്ങളൊക്കെ 10:30 ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ മത്സരം വൈകുന്നത് മൊത്തത്തിലുള്ള താമസത്തിന് കാരണമാകുന്നുണ്ടോ? ഇന്ന് മത്സരങ്ങളൊക്കെ അവസാനിക്കാൻ ഒരുപാട് വൈകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്നലെയും ഒരു അരമണിക്കൂറോളം വൈകിട്ടാണ് മത്സരങ്ങളൊക്കെ ആരംഭിച്ചത്. ഇന്നും അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ വൈകി. അത് പലപ്പോഴും സംഘാടകരുടെ ഭാഗത്തുള്ള ഏതെങ്കിലും വീഴ്ചയാണെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഓഡിയൻസൊക്കെ, കാണികളൊക്കെ തന്നെ വരാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ളൊരു ചെറിയൊരു വൈകൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. പക്ഷേ അത് ഇന്നലെ അധികം താമസിക്കാതെ തന്നെ മത്സരങ്ങൾ, ഒരു 9 മണിയോടെ തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. ഇന്നും അതുപോലെ പൂർത്തിയാക്കാൻ പറ്റുന്ന ഉള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുടക്ക് വന്നിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ലയാണ് സംഘാടകരുടെ ഒരു പ്രതീക്ഷ.